ബി.ജെ.പിയുടെ 30 വർഷത്തെ കോട്ട തകർന്നു. പ്രശാന്ത് കിഷോറിനി ബീഹാറിലെ പുതിയ ശക്തിയായി വളരുകയാണ്. 3 പതിറ്റാണ്ട് കാലമായി ബി.ജെ.പിയുടെ അഭേദ്യ കോട്ടയായി കണക്കാക്കിയിരുന്ന ബങ്കിപ്പൂർ മണ്ഡലം എന്നാൽ വെറുമൊരു ഉപതെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങനെ ബീഹാറിലേക്ക് തിരിച്ചിരിക്കുന്നു. കാരണം ഈ വിജയമെന്ന് പറയുന്നത് കേവലം ഒരു സീറ്റ് നേടിയതിലുപരി പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ആദ്യ വലിയ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിജയത്തിന് തൊട്ടുപിറകെ തന്നെ പ്രശാന്ത് കിഷോർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു MLA തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പല്ല, ബീഹാറിന് മികച്ച നേതൃത്വം വേണമെന്ന സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ വാക്കുകൾ BJPക്കുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ മുന്നറിയിപ്പാണ്, ഒരു കനത്ത പ്രഹരമായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്. 1995 മുതൽ BJPയുടെ കൈവശമായിരുന്ന മണ്ഡലം കൂടിയാണ് ബങ്കിപ്പൂർ. നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനായതോടെ ഒഴിവ് വന്ന സീറ്റിലാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒറ്റ സീറ്റ് മാത്രമാണെങ്കിൽ പോലും 3 പതിറ്റാണ്ടായി നിലനിന്ന രാഷ്ട്രീയ ആധിപത്യം തകരുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ സൂചനയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പ്രശാന്ത് കിഷോർ എന്ന പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതുമയുള്ളതല്ല. 2014 നരേന്ദ്രമോദിയുടെ ലോക്സഭാ പ്രചാരണത്തിന് പിന്നിൽ പ്രധാന തന്ത്രജ്ഞരിൽ ഒരാളായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അബ് കി ബാർ മോദി സർക്കാർ, ചായ് പേ ചർച്ച തുടങ്ങി രാജ്യവ്യാപക ക്യാമ്പയിനുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപ്പിലാക്കിയത്. അതിനുശേഷം 2015 ബീഹാറിൽ മഹാഗഡ്ബന്ധനെ വിജയത്തിലേക്ക് നയിച്ചു. 2019 ആന്ധ്രാപ്രദേശിൽ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ ചരിത്ര വിജയത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. 2021 പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെയും തമിഴ്നാട്ടിൽ DMKയുടെയും വിജയങ്ങളിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇത്തവണ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇനി അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ ഉപദേഷ്ടാവല്ല, മറ്റാർക്കും വേണ്ടി പണിയെടുക്കുകയുമല്ല. സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ജനസുരാജിന്റെ മുഖമായി തന്നെ മാറുന്നു. കഴിഞ്ഞ 2 വർഷമായി ബീഹാറിനുടനീളം കാൽനടയായി സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച ശേഷമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. ഈ വിജയത്തോടെ ഒരു ചോദ്യം കൂടുതൽ ശക്തമാകുന്നു. ബീഹാറിൽ ഇനി BJPയും RJDയും JDUവും മാത്രമല്ല, പ്രശാന്ത് കിഷോറും പ്രധാന രാഷ്ട്രീയ ശക്തിയായി ഇനി ഇക്കൂട്ടത്തിൽ മാറുമോ എന്നുള്ളതാണ്. ബങ്കിപ്പൂർ അതിൻ്റെ തുടക്കമാകുമോ? അതിനുള്ള ഉത്തരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.